നമസ്കാരം. പുതിയതായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ പലവരും ചോദിക്കുന്നൊരു കാര്യമാണ്, ഏറ്റവും മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? ഏതാണ് ഏറ്റവും മികച്ച ഹെൽത്ത് ഇൻഷുറൻസ്? എന്തൊക്കെയാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ? ഇതാണ് പലവരും എന്നോട് ചോദിക്കുന്ന, അല്ലെങ്കിൽ ആദ്യമായിട്ട് കോൾ ചെയ്യുന്ന, ആദ്യമായിട്ട് പരിചയപ്പെടുന്നവർ എന്നോട് ചോദിക്കുന്നൊരു കാര്യം. അപ്പോൾ ഞാൻ പൊതുവേ പറഞ്ഞു കൊടുക്കാറ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ളൊരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ചിലവർക്ക് മെറ്റേണിറ്റി ഉള്ള, പ്രസവാനുകൂല്യമുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ആയിരിക്കും വേണ്ടത്. ചിലവർക്ക് OP ബെനിഫിറ്റ് ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് ആയിരിക്കും വേണ്ടത്. പ്രായമായിട്ടുള്ളവർക്ക് അവൾക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അസുഖങ്ങൾ കവർ ചെയ്യുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ആയിരിക്കും വേണ്ടത്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ആണ് തിരഞ്ഞെടുക്കേണ്ടത്. നമ്മൾ ഏറ്റവും മികച്ചൊരു കമ്പനി അല്ലെങ്കിൽ ഏറ്റവും ഫീച്ചേഴ്സ് കൂടിയ ഒരു കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് കാര്യമില്ല. ആ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ അങ്ങനെയുള്ള 3 ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ കമ്പയർ ചെയ്യുന്നത്. ഏതൊരു പ്രായക്കാർക്കും എടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ്, എന്തൊക്കെയാണ് അതിൽ വരുന്ന ഫീച്ചേഴ്സ്, എന്തുകൊണ്ടാണ് ഈ 3 പ്ലാനുകളെ ഏറ്റവും മികച്ചതായിട്ട് ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമസ്കാരം, എൻ്റെ പേര് സത്യജിത്ത് എസ്. ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ്. 2018 തൊട്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ സ്വദേശം വരുന്നത് എറണാകുളം. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നിവാബൂപ്പ, ആസ്പയർ, HDFC ERGO, ഒപ്റ്റിമ സെക്യൂർ, കെയർ സുപ്രീം, ഈ 3 പ്ലാനുകൾ സെലക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം അല്ലെങ്കിൽ മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഇത് 3ൻ്റെയും യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻസ് ആണ്. യുണീക്കായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സാണ് ഇവരുടെ കാണുന്നത്. അതിൽ നിവാബൂപ്പയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിൽ മെറ്റേണിറ്റി ഉണ്ട്. അതല്ലാതെ ലോക്ക് ദ ക്ലോക്ക് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. ലോക്ക് ദ ക്ലോക്കിൽ നമുക്ക് പ്രായത്തിനനുസരിച്ചിട്ടുള്ളൊരു വ്യത്യാസം പ്രീമിയത്തിൽ നമുക്ക് കാണില്ല. ക്ലെയിം ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് എൻട്രി ഏജിൽ അതേ പ്രീമിയം തന്നെയായിരിക്കും അടയ്ക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ബൂസ്റ്റർ പ്ലസ് എന്ന് പറഞ്ഞൊരു ബെനിഫിറ്റ് അവരവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യാത്ത സം ഇൻഷുർഡ് അടുത്ത വർഷത്തേക്ക് റിന്യൂ ചെയ്യുമ്പോൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നതാണ് ബൂസ്റ്റർ പ്ലസ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്, 9 മാസത്തിൽ അവർ മെറ്റേണിറ്റി കവർ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ വേറെ മറ്റ് പല പ്ലാനുകളും 9 മാസത്തിൽ മെറ്റേണിറ്റി കവർ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ മെറ്റേണിറ്റി ലിമിറ്റ് അല്ലാതെ ന്യൂബോൺ ബേബിക്ക് ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ന്യൂബോൺ ബേബിക്ക് എന്തെങ്കിലും കാരണവശാൽ ഇൽനെസ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ആ ലിമിറ്റ് വരെ ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് ഇയർ റിന്യൂവൽ ടൈമിൽ ആ ന്യൂബോൺ ബേബിനെ ആഡ് ചെയ്യാൻ അവർ ഒരുപാട് അണ്ടർ റൈറ്റിംഗ് ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ, ന്യൂബോൺ ബേബിക്ക് അപ് ടു സം ഇൻഷുർഡ് നമുക്ക് ലിമിറ്റ് കിട്ടുന്നുമുണ്ട്. സെയിം ടൈം റിന്യൂവൽ ടൈമിലും എന്ത് അസുഖങ്ങളുണ്ടെങ്കിലും, എന്ത് ഇൽനെസ് ബാധിച്ചൊരു കുട്ടിയാണെങ്കിലും ആ കുട്ടീനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കല്യാണം കഴിക്കാത്ത ഒരാളാണ് ഈ പോളിസി എടുക്കുന്നതെങ്കിൽ ഫ്യൂച്ചർ റെഡി എന്ന് പറഞ്ഞൊരു ആഡ് ഓൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈഫിനെ അല്ലെങ്കിൽ സ്പൗസിനെ, പാർട്ട്ണറിനെ ആഡ് ചെയ്യുമ്പോൾ എന്ത് അസുഖങ്ങളുണ്ടെങ്കിലും ആ പാർട്ട്ണറിനെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് വെയിറ്റിംഗ് പീരീഡ്സ്. എത്ര നാൾ ഈ പാർട്ട്ണർ ഇതിൽ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടോ അത്രയും നാളത്തെ വെയിറ്റിംഗ് പീരീഡ്സ് വെയ്വ് ഓഫ് ചെയ്തിട്ടായിരിക്കും ഈ പോളിസി പുതിയതായിട്ട് ആഡ് ചെയ്യുന്ന ആൾക്ക് ഇഷ്യൂ ചെയ്യുന്നത്. HDFC ERGOയുടെ കാര്യം പറയുകയാണെങ്കിൽ യുണീക്കായിട്ടുള്ള 2-3 വേറെ ഫീച്ചേഴ്സാണ് HDFC ERGO ഒപ്റ്റിമ സെക്യൂറിൽ കാണിച്ചിരിക്കുന്നത്. HDFC ERGO ഒപ്റ്റിമ സെക്യൂർ കഴിഞ്ഞ 3 കൊല്ലം മുന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. HDFC ERGO ഒപ്റ്റിമ സെക്യൂറിലെ ഏറ്റവും സ്പെഷ്യൽ അല്ലെങ്കിൽ യുണീക്കായിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് XX കവറേജ് ഫ്രം ഡേ 1. അതായത് ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് XX കവറേജ് കിട്ടും. ഇപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെ പോളിസിയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ 20 ലക്ഷത്തിൻ്റെ കവറേജ് നമുക്ക് ആദ്യത്തെ ദിവസം തന്നെ കിട്ടുകയാണ്. അതല്ലാതെ HDFC ERGOയിൽ ഞാൻ കണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം, അതിൽ പ്രൊട്ടക്ട് പ്ലസ് എന്ന് പറഞ്ഞൊരു ഇൻബിൽഡ് ഫീച്ചർ ഉണ്ട്. നമുക്ക് കൺസ്യൂമേഴ്സ് PPE കിറ്റ്, ഗ്ലൗസ്, ഇഞ്ചക്ഷൻ നീഡിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോർമലി മറ്റു പല കമ്പനികളും ആഡ് ഓൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്ലാനിൽ അത് ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. മാത്രമല്ല നമുക്ക് 2 വർഷം ക്ലെയിം ചെയ്താലും ഇല്ലെങ്കിലും 50% ക്യുമുലേറ്റീവ് ബോണസ് വരുന്നുണ്ട്. അപ്പോൾ ടോട്ടലി നമുക്ക് 2 വർഷം കഴിഞ്ഞാൽ 4x കവറേജ് ഇൻക്ലൂഡിങ് റീസ്റ്റോറേഷനും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4x കവറേജ് നമുക്ക് ഈ ഒരു പ്ലാനിൽ നമുക്ക് കിട്ടും. മാത്രമല്ല ഞാൻ കണ്ടിരിക്കുന്ന മറ്റ് പല പ്ലാനുകളിൽ നിന്നും HDFCനെ വ്യത്യാസപ്പെടുത്തുന്നത് HDFC NRIസിന് കൊടുക്കുന്ന ഒരു ഡിസ്കൗണ്ടാണ്. മറ്റ് പല പ്ലാനുകളും NRIസിന് ഡിസ്കൗണ്ട് കൊടുക്കുന്നില്ല. മാത്രമല്ല NRIസിന് അണ്ടർ റൈറ്റിംഗ് കുറച്ച് പ്രോസസ്സ് ദീർഘമുള്ളതാണ്. HDFC പോളിസി എടുക്കുന്ന എല്ലാ ഇൻഷുർഡും, ആ ഫാമിലിയിൽ പെട്ടുന്ന എല്ലാവരും NRI ആണെങ്കിൽ അവർക്ക് അപ് ടു 40 to 50% NRI ഡിസ്കൗണ്ട് അല്ലെങ്കിൽ പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്.
ആ ഡിസ്കൗണ്ട് ക്ലെയിം വരുന്ന സമയത്ത് മാത്രം ആ വർഷത്തെ മാത്രം തിരിച്ചടിച്ചാൽ മതിയാകും. ബാക്കിയുള്ള വർഷങ്ങൾ, അതിന് മുൻപേ ഉള്ള വർഷങ്ങളിലെല്ലാം അവർക്ക് ഈ പറയുന്ന 40-50% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. ഇതൊരു യുണീക്ക് ഫീച്ചറായിട്ട് തന്നെയാണ് എനിക്ക് കണ്ടിരിക്കുന്നത്. ഇൻഡസ്ട്രി ഫസ്റ്റ് ഫീച്ചറാണ് ഇത് വരുന്നത്. കെയറിൻ്റെ കെയർ സുപ്രീം എന്ന് പറഞ്ഞ പ്ലാൻ എടുക്കുകയാണെങ്കിൽ 2-3 മറ്റ് ചില ഫീച്ചേഴ്സാണ് കണ്ടുവരുന്നത്. അതിപ്പോൾ ഇൻഡസ്ട്രിയിൽ യുണീക്ക് ഫീച്ചർ അല്ല, പക്ഷേ ഫസ്റ്റ് മൂവിങ് അഡ്വാൻറ്റേജ് കെയറിന് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഇൻഡസ്ട്രിയിൽ ഈ ഫീച്ചേഴ്സ് കൊണ്ടുവന്നത് കെയറാണ്. സൂപ്പർ ക്യുമുലേറ്റീവ് ബോണസ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ കെയർ കൊണ്ടുവന്നിട്ടുണ്ടായി. അതായത് ഇപ്പോൾ ഒരു 10 lakhs പോളിസി എടുക്കുകയാണെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്താലും ഇല്ലെങ്കിലും നെക്സ്റ്റ് ഇയർ അത് 20 lakhs ആയിട്ട് മാറും. അങ്ങനെ മാക്സിമം 5 yearsൽ അത് 60 lakhs, 50 lakhs നമ്മൾ ഏൺ ചെയ്ത് ആ വർഷത്തെ ഒരു 10 lakhs കൂടി കൂട്ടിയിട്ട് 60 lakhs സം ഇൻഷുർഡ് ആയിട്ട് മാറും. മാത്രമല്ല കെയറിൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് കവർ കൊടുക്കാൻ പറ്റും. ABCD എന്ന് പറയുന്ന 4 രോഗങ്ങൾക്ക്, ആസ്മ, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഡയബറ്റീസ്, ഈ പറഞ്ഞ 4 രോഗങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ഇൽനെസ് ഉള്ളവർക്ക് ആദ്യത്തെ 30 ദിവസം കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ അസുഖങ്ങൾക്ക് കവറേജ് കിട്ടിത്തുടങ്ങും. അതിൽ ഇൻസ്റ്റൻറ്റ് കവർ എന്ന് പറഞ്ഞൊരു ആഡ് ചെയ്താൽ മാത്രം നമുക്ക് കവറേജ് കിട്ടിത്തുടങ്ങും. ഇതിലേതെങ്കിലും 3 അസുഖങ്ങളുള്ളവർക്കായിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുക. പിന്നെ മറ്റൊരു ഫീച്ചർ വരുന്നത് മറ്റ് പല പ്ലാനുകളും, നിവാബൂപ്പ ആസ്പയർ എടുക്കുകയാണെങ്കിലും വേറെ പല പ്ലാനുകൾ എടുക്കാനും നമുക്ക് മാക്സിമം എൻട്രി ഏജ് 60 or 65 ആയിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവും. കെയർ സുപ്രീം ഇൻട്രൊഡ്യൂസ് ചെയ്ത കാലം തൊട്ട് നമുക്കൊരു ഏത് ഏജിലുള്ളവർക്കും കെയർ സുപ്രീം നമുക്ക് കൊടുക്കാൻ പറ്റും. നോർമലി എൻ്റെ അടുത്ത് വരുന്ന എൻക്വയറി എന്ന് പറയുന്നത് പ്രായമുള്ളവർക്കാണെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൽനെസ് ആയിട്ട് ഡയബറ്റീസ് അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഉള്ളവരായിരിക്കും. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് കവറായിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന മറ്റ് പ്ലാനുകളില്ല. നമുക്ക് അങ്ങനെ വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാനാണ് കെയർ സുപ്രീം എന്ന് പറഞ്ഞ പ്ലാൻ. മാത്രമല്ല നിവാബൂപ്പയിലും നമുക്ക് ഇതേപോലെ ഇൻസ്റ്റൻറ്റ് കവറിന് പകരം ഡിസീസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന റൈഡർ ആഡ് ചെയ്യാവുന്നതാണ്. നിവാബൂപ്പ ഡിസീസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന റൈഡറിൽ നമുക്ക് ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും മാത്രമായിരിക്കും ഡേ 1 കവറേജിൽ കിട്ടുക. കെയറിലാണെങ്കിൽ ഈ 4 അസുഖങ്ങൾക്കും നമുക്ക് ഡേ 1 കവറേജ് എടുക്കാൻ പറ്റും. ഇനി ഈ 3 പ്ലാനുകളുടെ അല്ലെങ്കിൽ ഈ 3 കമ്പനികളുടെ ഇൻകേർഡ് ക്ലെയിം റേഷ്യോ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത് ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ആണ്. നമ്പർ ഓഫ് ക്ലെയിംസ് എത്ര സെറ്റിൽ ചെയ്തു എന്നുള്ളതാണ്. ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകേർഡ് ക്ലെയിം റേഷ്യോ ആണ്. ഇൻകേർഡ് ക്ലെയിം റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര പ്രീമിയം നമ്മൾ കളക്ട് ചെയ്തു, അതിലെത്ര ശതമാനം നമ്മൾ ക്ലെയിമായിട്ട് സെറ്റിൽ ചെയ്ത് കൊടുത്തിരിക്കുന്നു, അതാണ് നമ്മൾ നോക്കുന്നത്. ഇൻകേർഡ് ക്ലെയിം റേഷ്യോ നോക്കുകയാണെങ്കിൽ കെയർ സുപ്രീമിന് 53.82, നിവാബൂപ്പ ആസ്പയറിന് നമുക്ക് 54.5, HDFC എർഗോയ്ക്ക് ആണെങ്കിൽ 79.5. ഇത്രയുമാണ് ഇൻകേർഡ് ക്ലെയിം റേഷ്യോ വരുന്നത്. അതായത് 100 രൂപ എടുക്കുകയാണെങ്കിൽ അതിൽ 54 രൂപ മാത്രമാണ് ക്ലെയിമായിട്ട് നിവാബൂപ്പ സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ കമ്പനി പ്രോഫിറ്റബിളാണ്. കൃത്യമായിട്ട് 90% താഴെയാണ് ഇൻകേർഡ് ക്ലെയിം റേഷ്യോ ഉണ്ടെങ്കിൽ കമ്പനി പ്രോഫിറ്റബിളാണ്. മാത്രമല്ല നല്ലൊരു സർവീസ് നമുക്ക് അതിൽ നിന്ന് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു പോളിസി ആർക്കൊക്കെ എടുക്കാൻ പറ്റും, ഇതിലെ ബേസിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. HDFC എർഗോയുടെ കാര്യത്തിലാണെങ്കിൽ എൻട്രി ഏജ് വരുന്നത് 18 വയസ്സ് തൊട്ട് നമുക്ക് ഏതൊരു പ്രായക്കാർക്കും HDFC എർഗോ ഒപ്റ്റിമ സെക്യൂർ എടുക്കാൻ പറ്റും. നിവാബൂപ്പ ആസ്പയറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 18 വയസ്സ് തൊട്ട് 65 വയസ്സ് വരെയുള്ളവർക്കാണ് ആസ്പയർ എന്ന് പറഞ്ഞ പോളിസി നമുക്ക് എടുക്കാൻ പറ്റുക. കെയർ സുപ്രീമിലാണെങ്കിൽ 18 വയസ്സ് തൊട്ട് ഏതൊരു പ്രായക്കാർക്കും നമുക്ക് ഈ ഒരു പോളിസി പർച്ചേസ് ചെയ്യാൻ പറ്റും. കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ HDFC എർഗോയിൽ 91 ദിവസം തൊട്ട് 25 വയസ്സ് വരെയുള്ളതാണ് കുട്ടികളെ ആയിട്ട് എടുക്കുക. കെയർ സുപ്രീമിലാണെങ്കിൽ 91 ദിവസം തൊട്ട് 24 വയസ്സ് വരെയുള്ളവരായിരിക്കും കുട്ടികളായിട്ട് എടുക്കുക. പക്ഷേ നിവാബൂപ്പ ആസ്പയറിൽ 30 വയസ്സ് വരെയുള്ളവരെ കുട്ടികളായിട്ട് തന്നെ പരിഗണിക്കാൻ പറ്റുന്നതായിരിക്കും. സം ഇൻഷോർഡിൻ്റെ അല്ലെങ്കിൽ കവറേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ കമ്പനികളുടെയും സ്റ്റാർട്ടിംഗ് സം ഇൻഷോർഡ് വരുന്നത് 5 lakhs ആണ്. മിനിമം സം ഇൻഷോർഡ് വരുന്നത് 5 lakhs ആണ്. 5 lakhs തൊട്ട് 5, 10, 15, 20, 25, 50 lakhs, 1 crore വരെയാണ് നിവാബൂപ്പ ആസ്പയറിൽ വരുന്നത്. കെയർ സുപ്രീമിലാണെങ്കിലും നമുക്ക് 5 lakhs തൊട്ട് 1 crore ആണ് വരുന്നത്. HDFC എർഗോയുടെ ഒപ്റ്റിമ സെക്യൂറിലാണെങ്കിൽ 5 lakhs തൊട്ട് നമുക്ക് 2 crore വരെ സം ഇൻഷോർഡ് HDFC ഒപ്റ്റിമ സെക്യൂറിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇനി ടെന്യൂർ പറയുകയാണെങ്കിൽ നമുക്ക് 1 വർഷത്തെ പോളിസി ആയിട്ട് എടുക്കാം, 2 വർഷത്തെ പോളിസി ഒരുമിച്ചായിട്ട് കൊടുക്കാം, 3 വർഷത്തെ പോളിസി നമുക്ക് ഒരുമിച്ച് എടുക്കാൻ പറ്റും ഈ ഒരു. അതുപോലെ തന്നെ നോ ക്ലെയിം ബോണസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 3 പോളിസിയിലും നമുക്ക് നോ ക്ലെയിം ബോണസിന് പകരം ഒരു പുതിയ ഫീച്ചറാണ് 3 പോളിസിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്.
പ്ലസ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞ ഫീച്ചറാണ് HDFC ERGO ഒപ്റ്റിമ സെക്യൂറിൽ യൂസ് ചെയ്യുന്നത്. അതിൽ വരുന്നത് 50% ക്യുമുലേറ്റീവ് ബോണസ്. നമ്മൾ ക്ലെയിം ചെയ്താലും ഇല്ലെങ്കിലും 50% ക്യുമുലേറ്റീവ് ബോണസ് നമുക്ക് കിട്ടുകയാണ്. ഇനി കെയർ സുപ്രീമിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ സൂപ്പർ ക്യുമുലേറ്റീവ് ബോണസ് ആണ് വരുന്നത്. 100% ക്യുമുലേറ്റീവ് ബോണസ് ഫോർ ദ ഫസ്റ്റ് 5 ഇയേഴ്സും, അല്ലാതെ ക്ലെയിം ചെയ്യാത്ത വർഷങ്ങളിൽ 50% വെച്ചിട്ട് മാക്സിമം 100%. അപ്പോൾ നമ്മൾ 5 വർഷത്തേക്ക് ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ 5 ടൈംസ് നമുക്ക് കൂടാണ്. 5ാമത്തെ വർഷം ടോട്ടലി 500%, അതായത് 10 ലക്ഷത്തിൻ്റെ പോളിസി എടുത്തു കഴിഞ്ഞാൽ 5ാമത്തെ വർഷം 50 ലക്ഷത്തിൻ്റെ കവറേജും ആ വർഷത്തെ 10 ലക്ഷത്തിൻ്റെ കവറേജും, അതല്ലാതെ ക്ലെയിം ചെയ്യാത്ത 2 വർഷം നമുക്ക് 50% വെച്ച് കൂടിയിട്ട് 100% കിട്ടാണ്. ടോട്ടലി 700%ൻ്റെ കവറേജാണ് നമുക്ക് 5th ഇയറിൽ കിട്ടുന്നത്. അതൊരു യൂണിക് ഫീച്ചറാണ്. ഇനി നമുക്ക് നിവാബൂപ്പ ആസ്പെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്യുമുലേറ്റീവ് ബോണസോ അല്ലെങ്കിൽ നോ ക്ലെയിം ബോണസോ അല്ല അവിടെ വന്നിരിക്കുന്നത്, അവിടെ ക്യാരി ഫോർവേഡിംഗ് ആണ് കണ്ടിരിക്കുന്നത്. ക്യാരി ഫോർവേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാത്ത സം ഇൻഷുർഡ് അല്ലെങ്കിൽ ബാലൻസ് സം ഇൻഷുർഡ് നമുക്ക് നെക്സ്റ്റ് ഇയറിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാണ്. അത് മാക്സിമം 1 ടൈം തൊട്ടിട്ട് 10 ടൈംസ് വരെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ടൈറ്റാനിയം പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ 10 ടൈംസ് ക്യാരി ഫോർവേഡിംഗ് ആണ് ഏജിനനുസരിച്ചിട്ട് വരുന്നത്. നിവാബൂപ്പ ആസ്പെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 4 വേരിയൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് വേരിയൻറ്റ് ഗോൾഡ് പ്ലസ് വേരിയൻ്റ് ആണ്. അതിൽ നമുക്ക് മെറ്റേണിറ്റി 4 ഇയേഴ്സിന് ശേഷമാണ് കിട്ടുന്നത്. ലോക്ക് ദ ക്ലോക്ക് എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഫീച്ചർ അതിൽ നമുക്ക് ഉണ്ടാകില്ല. ഇത് രണ്ടുമാണ് വരുന്നത്. ഇനി സെക്കൻഡ് വേരിയൻ്റ് ആണ് ഡയമണ്ട് പ്ലസ്. അതിൽ 2 വർഷത്തിന് ശേഷം മെറ്റേണിറ്റി കവർ ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് ലോക്ക് ദ ക്ലോക്ക് ബെനിഫിറ്റ് ഉണ്ട്. ക്യാരി ഫോർവേഡിങ് കമ്പാരിറ്റീവ്ലി പ്ലാറ്റിനം പ്ലസിനെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്, പക്ഷേ ഗോൾഡ് പ്ലസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൂടുതലാണ്. ഇനി പ്ലാറ്റിനം പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ നമുക്ക് 9 മാസത്തിൽ മെറ്റേണിറ്റി കവർ ചെയ്യുന്നുണ്ട്. സെയിം ടൈം നമുക്ക് ലോക്ക് ദ ക്ലോക്കും ഉണ്ട്. 10 ടൈംസ് വരെ ക്യാരി, 35 വയസ്സ് വരെ ഉള്ളവർക്ക് 10 ടൈംസ് വരെ ക്യാരി ഫോർവേഡിങ് ഉണ്ടാവും. ഇനി ക്യാരി ഫോർവേഡിങ് എന്താണെന്നുള്ള എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞു തരാം. 10 ലക്ഷത്തിൻ്റെ പോളിസി എടുത്തു, നമ്മൾ ഈ വർഷം ഒന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ 10 ലക്ഷം അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ആയിട്ട് അത് 20 lakhs ആയിട്ട് മാറും. ഇനി 10 ലക്ഷത്തിൻ്റെ പോളിസി എടുത്ത് നമ്മൾ 1 ലക്ഷം ഉപയോഗിച്ചു, ബാക്കി 9 ലക്ഷമാണ് ഉണ്ടെങ്കിൽ 9 ലക്ഷം അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ആയിട്ട് 19 ലക്ഷമായിട്ട് മാറും. അതാണ് ക്യാരി ഫോർവേഡിങ്. ഇനി നിവാബൂപ്പ ആസ്പെയറിൽ 4മതൊരു വേരിയൻ്റ് ഉണ്ട്, അതാണ് ടൈറ്റാനിയം പ്ലസ്. ടൈറ്റാനിയം പ്ലസും പ്ലാറ്റിനം പ്ലസും ഓൾമോസ്റ്റ് സെയിം ആണ്. ടൈറ്റാനിയം പ്ലസ്സിൽ ആകെ വരുന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് ലോക്ക് ദ ക്ലോക്ക് പ്ലസ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. അതായത് നമ്മൾ ഇനി മെറ്റേണിറ്റി ക്ലെയിം ചെയ്താലും അതിനെ ക്ലെയിമായിട്ട് കൂട്ടത്തില്ല. നമുക്ക് ക്ലെയിമിനനുസരിച്ചിട്ടുള്ള പ്രീമിയം വർധനവ് മെറ്റേണിറ്റി ക്ലെയിം മാത്രമാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ടൈറ്റാനിയം പ്ലസ്സിൽ നമുക്ക് ബാധിക്കുകയില്ല. അതാണ് ടൈറ്റാനിയം പ്ലസും പ്ലാറ്റിനം പ്ലസും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ഇനി റീചാർജ് ബെനിഫിറ്റ് അല്ലെങ്കിൽ റീഫിൽ ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ 3 പ്ലാൻസിനും അൺലിമിറ്റഡ് ടൈംസ് സെയിം ഇൽനെസ്സിന് നമുക്ക് റീചാർജ് എമൗണ്ട് കിട്ടുന്നതാണ്. അൺലിമിറ്റഡ് ടൈംസ് നമുക്ക് റീചാർജ് ചെയ്യുകയും ചെയ്യും, അത് സെയിം ഇൽനെസ്സിനായാലും നമുക്ക് കിട്ടും. പക്ഷേ ഒരു ക്ലെയിമിൽ മാക്സിമം അപ് ടു സം ഇൻഷുർഡ് ആയിരിക്കും നമുക്ക് കിട്ടുക. എമർജൻസി റോഡ് ആംബുലൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ HDFC ERGOയിൽ ആക്ച്വൽ എത്രയാണോ എമർജൻസി റോഡ് ആംബുലൻസ് വരുന്നത്, നമുക്ക് ചാർജസ് വരുന്നത്, അത് ആക്ച്വൽ എമൗണ്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിവാബൂപ്പ ആസ്പെയറിലായാലും ആക്ച്വൽ റോഡ് ആംബുലൻസ് എമൗണ്ട് ചാർജസ് നമുക്ക് കിട്ടും. കെയർ സുപ്രീമിലാണെങ്കിൽ 15 ലക്ഷം വരെയുള്ള പോളിസികൾക്ക് 10,000 രൂപയാണ് റോഡ് ആംബുലൻസ് ചാർജസ് ആയിട്ട് വെച്ചിരിക്കുന്നത്, സബ്ലിമിറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അതിന് മുകളിലുള്ള സം ഇൻഷുർഡ് ഉള്ള പോളിസികൾക്ക് നമുക്ക് അൺലിമിറ്റഡ്, അതായത് സം ഇൻഷുർഡ് വരെയുള്ള ആക്ച്വൽസ് തന്നെ കിട്ടുന്നതായിരിക്കും. ഇനി എയർ ആംബുലൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ HDFC ERGOയിൽ അപ് ടു 5 lakhs ആണ് അതിന് ലിമിറ്റ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിവാബൂപ്പ ആസ്പെയറിലാണെങ്കിൽ ആക്ച്വൽസ് കംപ്ലീറ്റ്ലി പേ ചെയ്യുന്നുണ്ട്. കെയർ സുപ്രീമിലാണെങ്കിൽ അപ് ടു 5 lakhs വരെ സബ് ലിമിറ്റ് എയർ ആംബുലൻസിന് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് നോൺ പേയബിൾ ഐറ്റംസ് അല്ലെങ്കിൽ കൺസ്യൂമബിൾസ്, നോൺ മെഡിക്കൽ ഐറ്റംസ് എന്ന് പറയുന്ന കാര്യം. അതായത് ഈ PPE കിറ്റ്, ഗ്ലൗസ്, ഇഞ്ചക്ഷൻ നീഡിൽ, സാനിറ്ററി നാപ്കിൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഈ 3 പ്ലാനുകൾ HDFC ERGO ഒപ്റ്റിമ സെക്യൂറിലാണെങ്കിൽ അത് ഇൻബിൽഡായിട്ട് പ്രൊട്ടക്ട് പ്ലസ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞ് ഇൻബിൽഡായിട്ട് തന്നെ വരുന്നുണ്ട്. നിവാബൂപ്പയിലാണെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നിവാബൂപ്പ സേഫ് ഗാർഡ് പ്ലസ് എന്ന് പറഞ്ഞ റൈഡറായിട്ട് വരുന്നുണ്ട്. സേഫ് ഗാർഡിൽ നമുക്ക് കുറച്ച് കൺസ്യൂമബിൾസ് മാത്രമാണ് കവർ ചെയ്യുന്നത്. സേഫ് ഗാർഡ് പ്ലസ്സിൽ എല്ലാ ടൈപ്പ് ഓഫ് കൺസ്യൂമബിൾസും 100% നമുക്ക് കവർ ചെയ്യുന്നുണ്ട്. കെയർ സുപ്രീമിലാണെങ്കിൽ ക്ലെയിം ഷീൽഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ടൈപ്പ് ഓഫ് കൺസ്യൂമബിൾസും നമുക്കതിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിവാബൂപ്പയിലും കെയറിലും നമുക്കത് ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. HDFC ERGOയിൽ അത് ഇൻബിൽഡ് ആയിട്ടായിരിക്കും വരുന്നത്. ഇനി കോപേയ്മെൻറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ HDFC ERGOയിൽ നമുക്ക് കോപേയ്മെൻ്റ് ഇല്ല. നിവാബൂപ്പയിലായാലും കെയർ സുപ്രീമിലാണെങ്കിലും നമുക്ക് നിൽ കോപേയ്മെൻ്റ് ആണ് വരുന്നത്. പ്രീമിയം ഇൻക്രീസ് ചെയ്യുന്നത് ഏതൊക്കെ സ്ലാബുകളിലാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം.
HDFC ERGOയിൽ എല്ലാ വർഷവും നമുക്ക് പ്രീമിയം ഇൻക്രീസ് ഉണ്ടാവും. നിവാബൂപ്പയിലാണെങ്കിൽ ഏജ് സ്ലാബിനനുസരിച്ചിട്ടാണ് പ്രീമിയം ഇൻക്രീസ്. പക്ഷേ ക്ലെയിം ചെയ്യാത്തിടത്തോളം കാലം എൻട്രി ഏജിനനുസരിച്ചിട്ടുള്ള പ്രീമിയം ആയിരിക്കും വരുന്നത്. ഇനി കെയർ സുപ്രീമിനാണെങ്കിലും ഏജ് സ്ലാബിനനുസരിച്ചിട്ടായിരിക്കും, ഓരോ 5 വർഷമായിരിക്കും. ഇപ്പം 41 വയസ്സിലൊരു ഇൻക്രീസ് ഉണ്ടാവും, 46, 51 അങ്ങനെ ഏജ് സ്ലാബിലായിരിക്കും നമുക്ക് പ്രീമിയം ഇൻക്രീസ് വരുന്നത്. ഈ 3 പ്ലാനുകളിലെയും വെയിറ്റിംഗ് പീരീഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ 3 പ്ലാനുകളിൽ 2 വെയിറ്റിംഗ് പീരീഡ്സ് കോമൺ ആയിട്ടുണ്ട്. ഒന്ന് ഫസ്റ്റ് 30 ഡേയ്സ് വെയിറ്റിംഗ് പീരീഡ്, ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ്. ആദ്യത്തെ 30 ദിവസത്തേക്ക് ആക്സിഡൻറ്റ് മാത്രമായിരിക്കും നമുക്ക് കവർ ചെയ്യുന്നത്. 30 ദിവസത്തിന് ശേഷമായിരിക്കും സാധാരണ രോഗങ്ങൾ കവർ ചെയ്യുക. ആദ്യത്തെ 2 വർഷത്തേക്ക് സ്ലോ ഗ്രോയിങ് ഇൽനസ് അല്ലെങ്കിൽ സ്പെസിഫിക് വെയിറ്റിംഗ് പീരീഡ്, സ്പെസിഫിക് ഇൽനസ് വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയും. പതുക്കെ വരുന്ന രോഗങ്ങൾ, കിഡ്നി സ്റ്റോൺ, കാറ്ററാക്ട്, പൈൽസ്, ഹെർണിയ അങ്ങനെ വരുന്ന പതുക്കെ വരുന്ന രോഗങ്ങൾക്ക് ആദ്യത്തെ 2 വർഷത്തേക്കായിരിക്കും വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. ഇനി എക്സിസ്റ്റിംഗ് ഇൽനെസ്സിന് എത്രയാണ് വെയിറ്റിംഗ് പീരീഡ് എന്ന് ചോദിച്ചാൽ, HDFCയിലാണെങ്കിൽ 3 വർഷത്തേക്ക് എക്സിസ്റ്റിംഗ് ഇൽനെസ്സിന് വെയിറ്റ് ചെയ്യേണ്ടി വരും. നിവാബൂപ്പ ആസ്പെയറിലാണെങ്കിലും നമുക്ക് 3 വർഷമാണ് വരുന്നത്. കെയർ സുപ്രീമിനാണെങ്കിൽ 4 വർഷമാണ് വരുന്നത്. പക്ഷേ കെയർ സുപ്രീമിന് നമുക്കൊരു ആഡ് ഓൺ ഉണ്ട്. ആ 4 വർഷം എന്ന് പറയുന്നത് നമുക്ക് 3, 2, 1 വർഷമായിട്ട് കുറയ്ക്കാൻ പറ്റും. 1 വർഷം വരെയായിട്ട് കുറയ്ക്കാൻ പറ്റും. അതിനനുസരിച്ച് പ്രീമിയം കൂടുതൽ അടച്ചാൽ മതിയാകും. പക്ഷേ നിവാബൂപ്പയിലും നമുക്ക് കെയർ സുപ്രീമിനാണെങ്കിലും BP-യും ഷുഗറും നമുക്ക് ഡേ 1 തൊട്ട് തന്നെ കവർ ചെയ്യാം. കെയറിലാണെങ്കിൽ ആസ്മയും കൊളസ്ട്രോളും കൂടെ നമുക്ക് ഡേ 1 തൊട്ട് തന്നെ കവർ ചെയ്യാവുന്ന രീതിയിലുള്ള ആഡ് ഓൺസ് നമുക്ക് അവൈലബിൾ ആണ്. ഏതൊരു പോളിസി എടുക്കുന്ന ആളുകളും ഈ 3 പ്ലാനുകൾ കമ്പയർ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും മറ്റൊരു പ്ലാനിലോട്ട് അവരുടെ ശ്രദ്ധ വിടാനായിട്ട്. ഫസ്റ്റ് തിങ്, പ്രായമേറിയവർക്ക് കെയർ സുപ്രീമോ അല്ലെങ്കിൽ നിവാബൂപ്പയുടെ ആസ്പെയർ, 65 വയസ്സ് വരെയുള്ളവർക്ക് നിവാബൂപ്പയുടെ ആസ്പെയർ തന്നെ എടുക്കാം. കെയർ സുപ്രീം എടുക്കുകയാണെങ്കിൽ ഇൻസ്റ്റൻറ്റ് കവർ നമുക്ക് അവൈലബിൾ ആണ്. ഇനി മെറ്റേണിറ്റി നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ആസ്പെയർ എന്ന് പറഞ്ഞ പ്ലാനിൽ നമുക്ക് ബേസിക് 7,000 റുപ്പീസ് തൊട്ട് മെറ്റേണിറ്റി സം ഇൻഷുർഡ്, മാക്സിമം നമുക്ക് 75,000 റുപ്പീസ് വരെ 9 മാസത്തിന് ശേഷം മെറ്റേണിറ്റി സം ഇൻഷുർഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നല്ലൊരു എമൗണ്ട് നമുക്ക് മെറ്റേണിറ്റി സം ഇൻഷുർഡ് നിവാബൂപ്പ ആസ്പെയറിൽ തന്നെ കിട്ടുന്നുമുണ്ട്. ഇനി HDFC ERGOയുടെ കാര്യം പറയുകയാണെങ്കിൽ യുണീക്കായിട്ടുള്ള 2 ഫീച്ചേഴ്സ് ഉണ്ട്. HDFC ERGOയിൽ ഡേ 1 തന്നെ XX കവറേജ് വരുന്നുണ്ട്. സെയിം ടൈം അതിൽ വരുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ലെയിം എക്സ്പീരിയൻസ് സീംലെസ് ആണ്. നമുക്കൊരു ടെൻഷനോ അല്ലെങ്കിൽ രണ്ടാമതൊരു ക്വസ്റ്റ്യനോ ഇല്ലാതെ ആയിരിക്കും ക്ലെയിമിൻ്റെ അപ്രൂവൽ വരുന്നത്. HDFC ഈ 3 കമ്പനികൾ കമ്പയർ ചെയ്യുമ്പോൾ HDFC ERGOയിലാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും സീംലെസ് ആയിട്ട് തലവേദന ഇല്ലാതെ ക്ലെയിം പ്രോസസ്സ് വരുന്നത്. പിന്നെ NRIസിൻ്റെ കാര്യത്തിൽ HDFC ERGOയ്ക്ക് 40 to 50% ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും NRIസിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ എന്ന് പറയുന്നത് HDFC ERGO ഒപ്റ്റിമ സെക്യൂർ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും പറ്റുന്നൊരു പ്ലാനുകളാണ് ഈ 3 പ്ലാനുകളും. എല്ലാവർക്കും എടുക്കാൻ പോകുന്ന എല്ലാവർക്കും, ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പോകുന്ന എല്ലാവർക്കും ആലോചിക്കാവുന്ന 3 ഓപ്ഷൻസാണ് ഇത് 3. ഇനി അവരുടെ ആവശ്യം എന്താണോ, ഞാൻ രണ്ടാമതും റിപ്പീറ്റ് ചെയ്യുകയാണ്, കസ്റ്റമറിന് എന്താണോ അല്ലെങ്കിൽ എടുക്കുന്ന ആൾക്ക് എന്താണോ ആവശ്യമുള്ളത് അതനുസരിച്ചിട്ട് വേണം നമ്മൾ പ്ലാൻ എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഏജൻറ്റ് പറഞ്ഞു തരുന്നു, അല്ലെങ്കിൽ കോൾ സെൻറ്ററിലുള്ള ആൾ പറഞ്ഞു തരുന്നു, അല്ലെങ്കിൽ പോളിസി ബസാർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് പറഞ്ഞു തരുന്ന രീതിയിലായിരിക്കും ഇത് പ്ലാൻ എടുക്കുന്നത്. അവർക്ക് ആവശ്യം ഏതാണോ വേണ്ടത് അത് കൃത്യമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻറ്റിനെ അറിയിക്കാം. ചിലവർക്ക് മെറ്റേണിറ്റി മാത്രമായിരിക്കും. 35 വയസ്സുള്ള 2 പേര്, ഭാര്യ ഭർത്താവ് വരികയാണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും മെറ്റേണിറ്റി ആവശ്യം വരുമായിരിക്കും. അപ്പോൾ മെറ്റേണിറ്റി ആവശ്യമായിട്ടുള്ള പ്ലാനുകൾ, അതിപ്പോൾ നിവാബൂപ്പ ആസ്പെയർ ആവട്ടെ, മറ്റ് ചില പ്ലാനുകളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള പ്ലാനുകൾ തിരഞ്ഞെടുത്തിട്ട് വേണം കമ്പയർ ചെയ്യാനായിട്ട്. അല്ലാതെ നമുക്ക് HDFC ERGO നല്ലൊരു ക്ലെയിം എക്സ്പീരിയൻസ് തരുന്നുണ്ട്, പക്ഷേ HDFC ERGOയുടെ ഒരു പോളിസിയിൽ നമുക്ക് മെറ്റേണിറ്റി കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണോ ആവശ്യം അതനുസരിച്ചിട്ടുള്ള പ്ലാനുകൾ വേണം തിരഞ്ഞെടുക്കാൻ. പിന്നീട് നമുക്ക് അസുഖങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ ഈ പ്ലാനിൽ നിന്ന് മറ്റൊരു പ്ലാനിലോട്ട് പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും IRDA നമുക്ക് തരുന്നുണ്ട്. ഏതൊരു കമ്പനിയുടെ റീറ്റെയിൽ പ്ലാൻ എടുത്തു കഴിഞ്ഞാലും, ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഏത് പ്ലാൻ എടുത്തു കഴിഞ്ഞാലും മറ്റൊരു കമ്പനിയുടെ പോളിസിയിലോട്ട് നമുക്ക് പോർട്ട് ചെയ്യാൻ പറ്റും, അൺലെസ് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ മാത്രം. മറ്റൊരു കമ്പനി ക്രിട്ടിക്കൽ ഇൽനെസ് ഉണ്ടോ എന്നോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഇൽനെസ് ഉണ്ടോ എന്നോ മാത്രമായിരിക്കും ചെക്ക് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം എല്ലാ കമ്പനികളും പോർട്ടബിലിറ്റി ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പോളിസി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉള്ള പോളിസി അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഉള്ള പോളിസി വേണം ചൂസ് ചെയ്യാനായിട്ട്. ഈ ഒരു വീഡിയോയിൽ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ടോപ്പ് 3 പ്ലാൻസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ 2024 ഇൻഡസ്ട്രിയിലും മുന്നിൽ നിൽക്കുന്ന 3 പ്ലാനുകളാണ് ഞാൻ കമ്പയർ ചെയ്യാൻ ശ്രമിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഗുണകരമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഷെയർ ചെയ്യുക. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പോകുന്ന ഏതൊരാൾക്കും ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. ഏതൊരു ഇൻഷുറൻസ് ഡൗട്ടും നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്, ഇല്ലെങ്കിൽ നേരിട്ട് തന്നെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. വൺസ് അഗൈൻ, എൻ്റെ പേര് സത്യജിത്ത് എസ് പൈ, ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ്. താങ്ക് യു.